പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ പേര് രാജൻ എന്നാണ്. 62 വയസ്സായി. കോഴിക്കോട് കോട്ടുളിയാണ് അദ്ദേഹത്തിൻ്റെ തറവാട്. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് തനിയ ഒരു റൂമിലാണ്. 6-7 ദിവസമായി ഒരു റൂമിൽ എണീക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കണം. അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾ പറഞ്ഞ പ്രകാരമാണ് വിജി അവിടെ എത്തുന്നത്. അങ്ങനെ അവിടുന്ന് ഫുള്ള് മലമൂത്ര വിസർജനമായിരുന്നു. അദ്ദേഹത്തിനെ പരിചരിച്ച് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കായിരുന്നു. അവിടെ നിന്നൊരു TT സ്കാനിങ് എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ ബൈസ്റ്റാൻഡർ ആക്കി കൊടുത്ത് MR സ്കാനിങ് ഒക്കെ ചെയ്ത് കുറച്ച് ദയനീയതാണ്. അദ്ദേഹത്തിന് അറിയുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അനിയനുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ട് നിങ്ങൾ അല്പം കരുണ കാണിക്കണം. ബന്ധുക്കൾ വരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3-ാം വാർഡിലാണ് ഇദ്ദേഹം അഡ്മിറ്റായി നിൽക്കുന്നത്. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്. ആരുമില്ലാത്തവർക്ക് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന പോലെയാണ് അസുഖം. ഇന്ന് അവർക്കാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്കായിക്കൂടാന്നില്ല. എന്ത് തെറ്റ് ചെയ്തെന്നെ പൊരുത്തപ്പെട്ടു കൊടുക്കണം, വരണം. നിങ്ങൾ വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. കോട്ടൂടിയിലുള്ള ബന്ധുക്കൾ, അനിയൻ, ഭാര്യ, ഇനിയും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ആയ കാലത്ത് ഒരുപാട് ബന്ധുക്കളുണ്ടാവും. ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അല്പം കരുണ കാണിച്ചിട്ട് വരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. നിങ്ങൾക്ക് ഓവറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ട് കോൺടാക്റ്റ് നമ്പറൊക്കെ. പ്ലീസ് ഈ വീഡിയോ കാണുന്നവർ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരട്ടെ. 3-ാം വാർഡിലാണ്. ശരി, താങ്ക് യു. കറക്റ്റുള്ള പേരെന്താ? ഗോപിനാഥ്. പിന്നെ രാജെന്ന് വിളിക്കുന്നത്? എത്ര വയസ്സായി? 68. അച്ഛൻ്റെ പേരെന്തേലും? അമ്മൻ്റെ പേര്? കല്യാണം വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഓക്കെ, വിവാഹം കഴിച്ചിട്ടുണ്ട്. നിങ്ങളെ വീട് ശരിക്കും എവിടെയാണ്? കോട്ടൂലിയാണ്. തറവാടാണോ അല്ലെങ്കിൽ ഭാര്യ വീടാണോ? തറവാട്. അവിടെയൊക്കെ തറവാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? തറവാട്ടിൽ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. തറവാട്ടിൻ്റെ ഭാഗം വെപ്പൊക്കെ കഴിഞ്ഞതാണ്. ഒക്കെ കഴിഞ്ഞാണ്. ആ പൈസ നിങ്ങൾക്ക് കിട്ടിയതല്ല. അപ്പോൾ ഭാര്യൻ്റെ അടുത്ത് എന്താ സൗന്ദര്യപ്പണിക്കുണ്ടോ? പോവാറില്ല. എത്ര വർഷമായി പോകാറിട്ട്? 2-3 കൊല്ലമായി. 2-3 കൊല്ലമായിട്ടുള്ളൂ. മക്കളുണ്ടോ? മക്കളില്ല. ഭാര്യൻ്റെ പേരെന്താ? പുഷ്പ. ഭാര്യക്ക് എന്താ വർക്കുണ്ടോ? വർക്കില്ല. ഭാര്യ വീട് എവിടെയാണ്? ബാലുശ്ശേരി. നിങ്ങൾ ഈ അസുഖത്തിൻ്റെ കാര്യം ഭാര്യക്ക് അറിയും? പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആള്
അല്ല നിങ്ങളെ ജ്യേഷ്ഠന് അനിയനൊക്കെ അതിനറിയാം. അനിയനറിയോ? അനിയനെന്താണ് വർക്ക് എന്താ? എന്തൊക്കെയോ ഐസിന്റെ അവരൊക്കെ. അനിയൻ്റെ പേരെന്താ? ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ. മൂപ്പരാളെവിടെ താമസിക്കുന്നത്? കോട്ടൂലിന്ന്? അല്ലല്ല, ഓരോ ഭാഗത്താണ്. ഓരോ ഭാഗത്താണ്. വേറെ ആരെങ്കിലും ജ്യേഷ്ഠനുണ്ടോ? ജയകൃഷ്ണൻ ഇല്ല. ഇല്ലാതെ ഉറപ്പല്ലേ?